എനിക്ക് ആവശ്യമില്ലാത്തൊരു ഗർഭം വേണ്ട, അല്ലെങ്കിൽ ഒരു കുഞ്ഞിനെ വേണ്ട എന്നുള്ള സംഭവമാണെങ്കിൽ നമുക്ക് ആ ഒരു നിമിഷ പറഞ്ഞ പോലെ ആ ഒരു നമുക്ക് പരിചയമായിരുന്നില്ല. അതെൻ്റെ ഒരു ഇമ്പോർട്ടൻസ് ആണ്. നമുക്ക് ആ സിനിമയിൽ ക്ലൈമാക്സ് വരെ കൊണ്ടുവന്ന് സ്ത്രീയാണ് എനിക്കിത് വേണോ വേണ്ടേ എന്നുള്ളത്. അത് അവർക്ക് വേണമെങ്കിൽ ആ കുഞ്ഞിനെ വേണ്ട എന്നുള്ളതും ആ കുഞ്ഞിന് ജീവിക്കാനുള്ള അവകാശത്തിന് അതിനെ മുൻനിർത്തി അതിന് മാറ്റാൻ ആ ഒരു ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. വിവാദം ഉണ്ടാക്കാനുള്ള ഇതില്ല. സ്ത്രീകൾക്ക് വേണ്ടി സ്ത്രീകളോടൊപ്പം നിൽക്കുന്നു. സിനിമ സൂപ്പറായിട്ടുണ്ട്. കുറേ നാളത്തെ വിവാദങ്ങൾക്ക് ശേഷം ഈ സിനിമ എന്തിനാണ് ഇത്രയും വിവാദം ഉണ്ടാക്കുന്നത് നമുക്കറിയില്ലായിരുന്നു. അപ്പോൾ ഈ സിനിമ കാണാൻ ഭയങ്കര ആഗ്രഹമായിരുന്നു. എന്താണ് ഇതിനകത്തൊരു സർപ്രൈസ് അല്ലെങ്കിൽ സസ്പെൻസ് ഉണ്ടാവും നമ്മൾ വിചാരിച്ചിരുന്നതാണ്. പക്ഷേങ്കിൽ ഇത് ഇന്ത്യൻ പീനൽ കോഡ് വ്യവസ്ഥയിൽ ഒരുപാട് നിയമവ്യവസ്ഥകൾ എഴുതി വെച്ചിട്ടുണ്ട്. അതൊന്നും പലർക്കും അറിയില്ല. അപ്പോൾ കേരളം എന്തുകൊണ്ടാണ് ഈ സിനിമേനെ ബാൻ ചെയ്ത് വെച്ചിരുന്നത്, എന്തുകൊണ്ടാണ് ഇത് നിർത്തലാക്കി വെച്ചിരുന്നത് ഇപ്പോൾ മനസ്സിലായി. എന്തായാലും കേരള നിയമസഭയിലുള്ളവർ നിയമപാലകരും എല്ലാവരും ഇത് കണ്ടിരിക്കണം. സ്ത്രീകൾക്കും കുട്ടികൾക്കും സമൂഹത്തിൽ എന്ത് വിലയാണുള്ളത്, എന്തോരം സുരക്ഷിതത്വം കൊടുക്കുന്നുണ്ട്, അവർക്ക് എന്തൊക്കെ വ്യവസ്ഥകൾക്ക് അവർക്ക് അനുകൂലമായിട്ടുണ്ട്, എല്ലാ കാര്യങ്ങളും ഇതിൽ നമുക്ക് വ്യക്തമാകുന്നുണ്ട്. ഒരുപാട് കാര്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ട് നമുക്ക്. അപ്പോൾ തീർച്ചയായിട്ടും ഇതെല്ലാവരും കണ്ട സ്ത്രീകളും കുട്ടികളും അടക്കമുള്ള എല്ലാവരും പൊതുസമൂഹം ഈ സിനിമ കണ്ടിരിക്കണം. അടിപൊളി സിനിമയാണ്. പിന്നെ സുരേഷ് ഗോപിനെ ഒരുപാട് ഇഷ്ടമാണ്. എസ് ടിനെ എന്ന് നമ്മൾ എസ് ടിയോടുള്ള ആരാധന ഒരുപാടുണ്ട് നമുക്ക്. അതുകൊണ്ട് തന്നെയാണ് സിനിമ കാണാൻ വന്നത്. പിന്നെ ഒരു വിവാദ സിനിമ ആയതുകൊണ്ട് കാണാൻ ഭയങ്കര ആഗ്രഹമായിരുന്നു. അതിൽ അടിപൊളിയായിരുന്നു. സൂപ്പർ, നല്ല പടം. നല്ല പടമാണ്. ഇത് രാഷ്ട്രീയപരമായിട്ട് കുറെ കാര്യങ്ങൾ പറയണ്ട. അപ്പൊ സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ള പടങ്ങളല്ലേ, അതിനെ വേണ്ടിയിട്ട് പറയാനുള്ളത് എന്താ പറയാനുള്ളത് പറഞ്ഞോ? സ്ത്രീകള് എന്താ പറയാ, പെട്ടെന്ന് ഇങ്ങനെ ഒരു അർത്ഥത്തിൽ ചെന്ന് ചാടുമ്പോ അതിൻ്റെതായ ഒരു ഇങ്ങനെ നിയമം ഉണ്ടായിരുന്ന കാര്യം ചേച്ചിക്ക് അറിയായിരുന്നോ? എനിക്കറിയില്ല, ഈ പടം കണ്ടപ്പോഴാണ് മനസ്സിലായത്. ഒന്ന് മനസ്സിലായി. അപ്പൊ നമുക്ക് സ്ത്രീകൾക്ക് ഇനി ഒന്ന് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളും കൂടിയാണിത്. പടം എങ്ങനെ ഉണ്ടായിരുന്നു? നല്ല പടാ, സുരേഷ് ഗോപിയുടെ അഭിനയം ഉണ്ടായി. അഭിനയം സുരേഷ് ഗോപി